ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ. ബാച്ചിലേഴ്സിന് മാത്രമല്ല, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ബാച്ചിലേഴ്സിന് പറഞ്ഞെന്നുള്ളൂ. ഫാമിലി ആയിട്ടും കപ്പിൾസ് ഒക്കെ ആയിട്ട് വരാം. എങ്കിലും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബാച്ചിലേഴ്സിനായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ പോലെ ഇതാണ് റൂമിലേക്കുള്ള ഫസ്റ്റ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ ആണിത്. ഈ രണ്ട് സൈഡും ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ മുളയൊക്കെ വെച്ചിട്ടാണ് അവര് സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയേക്കുന്നത്, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാണ്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നല്ല വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഫുള്ളൊരു മഡിന്റെ ഒക്കെ ഒരു ആംബിയൻസ് ആണ്, മഡോട് ഉണ്ടാക്കിയ ഒരു ആംബിയൻസ്. അതുപോലെ നല്ല കൂളാണ്. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്കാണ് വന്നെങ്കിൽ നല്ല കൂൾ ആംബിയൻസ് ആണ്. ബെഡൊക്കെ വലിയ ബെഡാണ്, അറ്റേ 3-4 പേർക്കൊക്കെ സുഖമായിട്ട് ബെഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു സ്പേസ്, ഇവിടെയാണ് വാഷ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. വാഷ്റൂമും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ട് അത് കൂൾ ആംബിയൻസ് ആണ് കേട്ടോ. റൂം നല്ല കൂളാണ്, എനി ടൈം നല്ല കൂളായിരിക്കും. അപ്പം ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം വരുന്നത്. എല്ലാ റൂമും നല്ല കൂളാട്ടോ, എനി ടൈം നമുക്ക് എ സിയുടെ ആവശ്യം വരില്ല. നല്ല കൂൾ ആംബിയൻസ് ആണ്. ഇതുപോലെ ഇവിടെ ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ് ടൈം നമുക്ക് 3-4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ നല്ല ബെഡാണ്. അതുപോലെ നമുക്ക് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു സിറ്റ് ഔട്ട് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഫുള്ള് ചുറ്റും പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് നല്ല ഒരു തണുത്ത കാലാവസ്ഥയാണ്, എപ്പോഴും നല്ല കൂൾ ആംബിയൻസ് ആണ്. അപ്പൊ ഇവിടെ മുളയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അവര് എന്താ പറയുക, പഴയ ഒരു കോൺസെപ്റ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മേളിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അതായത് ഈ ബിൽഡിങ്ങിന്റെ മേളിലായിട്ടൊരു മച്ച് പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാ അവർ ചെയ്ത് വെച്ച് നമുക്ക് നോക്കാം. ഇത് കയറി വരുന്ന സ്റ്റെപ്പ് ഒക്കെ വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ആണ്. ബാൽക്കണിയൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ആണ്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇതാ ആ കാണുന്ന മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ. അവിടെ മൃഗങ്ങളൊക്കെ ഇട്ട് നമുക്ക് ആ ഭംഗി ആസ്വദിച്ച് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു DJ പാർട്ടി ഏരിയയിലേക്കാണ്. ഇതാ ഇവിടെ DJ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് DJ ഒക്കെ അടിച്ച് പൊളിക്കാൻ പറ്റും. നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. നല്ലൊരു സ്പേസ് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല DJ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ നമുക്കിതാ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഓടൊക്കെയാണ് നല്ല തണുത്ത ഓപ്പൺ സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ നല്ലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, നേരെ വ്യൂ പോകുന്ന ഫോറസ്റ്റിലേക്കാണ് നേരെ വ്യൂ പോകുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തണുത്ത കാലാവസ്ഥയായിരിക്കും, സെറ്റായിരിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ ക്യാരംസ് ഏരിയ ഉണ്ട്. നമുക്ക് ക്യാരംസ് കളിക്കാനും അങ്ങനെ ഒരു ഏരിയ. പിന്നെ അവിടെ ചെറിയൊരു LED TV കാര്യങ്ങൾ, പിന്നെ മിനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു അടിപൊളി സ്പേസ് ഈ മച്ചിന് മേലെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെക്കന്മാരൊക്കെ ആയിട്ട് വന്നിട്ടേ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്പീക്കർ ഒന്നും ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കണ്ട. വലിയൊരു യമണ്ട സ്പീക്കർ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാം. ഭയങ്കര സൗണ്ടാണ്, അടിപൊളി സൗണ്ടൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അടിപൊളി സാധനമാണ്. അപ്പം ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ബാർബിക്യൂവിന്റെ കാര്യം. അപ്പൊ നല്ലൊരു ബാർബിക്യൂ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ബാർബിക്യൂ സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ബാർബിക്യൂ നമ്മൾ വീശി ഊതിയൊന്നും നമ്മൾ ടൈം കളയണ്ട. അതായത് ഇവിടെ അടിയിലൊരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ, അതായത് കനലൊക്കെ നല്ല ഓട്ടോമാറ്റിക്കലി അതായി വന്നോളും. അപ്പൊ നല്ലൊരു ബാർബിക്യൂ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇതാ ഈ മേളിലായിട്ട് ഒരു DJ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ബാർബിക്യൂ വെച്ച് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് അവിടെ DJ ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. 2 DJ ലൈറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇതവിടെ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടി നല്ല അടിപൊളിയായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റ് ആണ്. അപ്പൊ നല്ല നൈറ്റും ഈവനിങ് ഒക്കെ നല്ല ആംബിയൻസ് ആയിരിക്കും. ഫോറസ്റ്റ് ആംബിയൻസ് ആണ് വേറൊരു ആംബിയൻസ് ആണ്. അപ്പൊ നമുക്ക് സംടൈംസ് അവിടെ വലിയ മൃഗങ്ങളെ കാണാൻ പറ്റും.
നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. നമുക്ക് സംടൈംസ് നമുക്ക് എലിഫന്റ്, മാന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ്. അതായത് ഒരു ഗാർഡന്റെ ഇതിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്. നല്ല ആംബിയൻസിൽ ഒരു ഈവനിങ് ടൈമിലോ, ഈ ടൈം ആണെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ വരുന്നത്, പക്ഷെ എന്നാലും നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റും നല്ലൊരു ഏരിയ. അപ്പൊ ഇതാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത്. പൂള് നല്ല ലെങ്ത് ഉള്ള പൂളാണ്, അതുപോലെ നല്ല ഡെപ്തും ഉണ്ട്. അപ്പൊ നല്ലൊരു എന്താ പറയുക, കുറെ റബ്ബർ തോട്ടത്തിന്റെ ഒക്കെ ഇടയിലാട്ടോ ഈ പൂള് വരുന്നത്. അപ്പൊ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പൊ ഓൾമോസ്റ്റ് നല്ലൊരു ടൈം നമുക്ക് പൂളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും സ്വിമ്മിംഗ് പൂളിനായിരിക്കും അല്ലെ. അപ്പൊ നല്ല അടിപൊളി പൂളാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ടൈം പൂളിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. നല്ല ഭംഗിയായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി പൂളാണ്. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് കേട്ടോ. അതായത് എന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് വ്യൂ പോയിന്റ് തന്നെ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ബാക്ക് സൈഡ് മുഴുവൻ ഫോറസ്റ്റ് ആണ്. അതായത് ഈ പ്രോപ്പർട്ടി വരുന്നത് കുറുവാ ദ്വീപ് സൈഡിലാണ്. അതായത് സറൗണ്ടിങ് മൊത്തം ഫോറസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സംടൈംസ് നിങ്ങൾക്ക് എലിഫന്റ് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ തന്നെ വാച്ച് ചെയ്യാൻ പറ്റും. ഇതാ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു ഏരിയ കാണുന്ന മൊത്തം ആ സൈഡൊക്കെ ഫുൾ ഫോറസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ആന അങ്ങനെ എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ വന്നാൽ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ചെറിയ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടെ സ്വിങ് ഒക്കെ ഉണ്ട്. ഇവർ ടയറിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു സ്വിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഷട്ടിൽ കളിക്കാനോ, ബാഡ്മിന്റൺ കളിക്കാനോ, വോളിബോൾ കളിക്കാനോ ഒക്കെ ആയിട്ട് വലിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വന്നാലും ബോറടിക്കില്ല. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. നമുക്ക് ഈ ടയറിലൊക്കെ പിടിച്ച് മേലേക്ക് കയറാം. ഞാനിപ്പോ എന്തായാലും വലിയ എഫേർട്ട് എടുക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു സീസോ ഒക്കെ ഉണ്ട്. അപ്പൊ സീസോ ഒക്കെ നല്ല എല്ലാം ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടോ. ടയറിന്റെ ഇതൊക്കെ വെച്ച് സീസോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി കൊണ്ട് തന്നെ നല്ലൊരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായി പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു സ്പേസ് തന്നെ അവർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ലൊരു ഏരിയ ആണ്. നമുക്കിവിടെ ഔട്ട് സൈഡ് ആയിട്ട് ഇവർ 2 വാഷ്റൂം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് 2 ബെഡ്റൂമിൽ 2 അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. എങ്കിലും കോമൺ ആയിട്ട് 2 ഔട്ട് സൈഡ് 2 വാഷ്റൂം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പേരൊക്കെ വരുമ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാനുള്ള നല്ലൊരു സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കിച്ചൺ സൗകര്യം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇപ്പൊ കോമൺ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ സെൽഫായിട്ടൊരു കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഗ്യാസ് സ്റ്റവ്, പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. അപ്പൊ നമുക്ക് സാധനങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് വന്നാൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കുക്കിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഫോറസ്റ്റിന്റെ സെന്ററിലുള്ള ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. ഞാൻ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സിന് പറ്റിയ പ്രോപ്പർട്ടിയാണ്. കാരണം നല്ല അപാര പ്രൈവസി. ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് വന്നത് എക്സ്പീരിയൻസ് തന്നെ വേണം. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസ് ഒക്കെ ആയിട്ട് ഈ പ്രോപ്പർട്ടിയിൽ വരാം. എങ്കിലും ഞാൻ ബാച്ചിലേഴ്സിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോപ്പർട്ടി വരിക, ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുക. അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺ.